ഓക്കെ. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ ഒന്ന് കണ്ടു. ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയ പ്രോബ്ലം ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റിന്റെ ആയിരുന്നു. ഇനി ഇ റേസ് ടു എക്സ് ഇൻവോൾവ് ആയിട്ടുള്ള വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അവിടെ ഇന്റഗ്രൽസ് ഓഫ് ദ ടൈപ്പ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സം ഫംഗ്ഷൻ, ചിലപ്പോൾ അത് എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ നമുക്ക് തിരിച്ചെഴുതാൻ പറ്റിയാൽ, നമുക്ക് തരുന്ന ഫംഗ്ഷൻ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സം ഫംഗ്ഷൻ ആയിരിക്കും. അതിനെ നമുക്ക് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന തരത്തിൽ മാറ്റി എഴുതാൻ പറ്റിയാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കുക പോലും ചെയ്യാതെ സ്ട്രെയിറ്റ് അവേ യു ക്യാൻ റൈറ്റ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും പ്ലസ് സി. അതായത് ഇതിൽ നിന്ന് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ആണ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഇ റേസ് ടു എക്സ് എഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് എഫ് ഡാഷ് എക്സ് ഡി എക്സ്. സോ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് എഫ് എക്സ് ഡി എക്സ് പ്ലസ് ഈ രണ്ടാമത്തെ ഫംഗ്ഷനിൽ ഞാൻ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ആയിട്ടാണ് എടുക്കുന്നത്. എഫ് ഡാഷ് എക്സ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ തൽക്കാലം ഇ റേസ് ടു എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് എഫ് ഡാഷ് എക്സിന്റെ ഇന്റഗ്രൽ, അത് എഫ് എക്സ് ആണ്, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്, ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് എഫ് ഡാഷ് എക്സിന്റെ ഇന്റഗ്രൽ എഫ് എക്സ് ആണ്. സോ ഇതും കൂടെ ക്യാൻസൽ ആയി പോവും. യു ആർ ഗെറ്റിംഗ് ഇ റേസ് ടു എക്സ് എഫ് എക്സ്. അപ്പൊ ഇ റേസ് ടു എക്സിന്റെ കൂടെ വരുന്ന ഫംഗ്ഷനെ എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റിയാൽ സ്ട്രേറ്റ് അവേ യു ക്യാൻ റൈറ്റ് ദി ആൻസർ ഇസ് ഇ റേസ് ടു എക്സ് എഫ് എക്സ്. ചിലപ്പോൾ നമുക്ക് നേരെ തരും. സപ്പോസ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്നാണ് നിങ്ങളുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. സോ ക്യാൻ യു ആൻസർ ദിസ്? വാട്ട് വിൽ ബി ദ ഇന്റഗ്രൽ? പറയാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞു ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്നൊരു ഫോമിൽ എഴുതി കിട്ടിയാൽ നമുക്ക് ഇതിനെ ഇ റേസ് ടു എക്സ് എഫ് എക്സ് എന്ന് പറയാം. ഈ അകത്തുള്ള ഫംഗ്ഷൻ എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഒരാളുടെ ഡെറിവേറ്റീവ് ആണ് മറ്റേതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാമെങ്കിൽ ഇവിടെ എഫ് എക്സ് ആരായിരിക്കും? ഹലോ, എഫ് എക്സ് ആരായിരിക്കും? കോസ് ആണോ? കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് അല്ലേ? മൈനസ് സൈൻ എക്സ് ഇവിടെ ഇല്ല. എഫ് എക്സ് സൈൻ എക്സ് കൊടുത്താൽ എഫ് ഡാഷ് എക്സ് കോസ് എക്സ് ആണ്. മനസ്സിലായോ? ഇവിടെ സൈൻ എക്സിന് എഫ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കോസ് എക്സിനെ എഫ് ഡാഷ് എക്സ് എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ ഇത് ഈ എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന ഫോമിൽ കിടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ആയിരിക്കും. അതിന്റെ സ്റ്റെപ്പ് മനസ്സിലായോ? ഇത് ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സം ഫംഗ്ഷൻ തരുവാണ്. ഇവിടെ തരുന്ന ഈ ഫംഗ്ഷനെ നിങ്ങൾക്ക് എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിന്റെ ഇന്റഗ്രൽ നേരെ ഇ റേസ് ടു എക്സ് എഫ് എക്സ് എന്ന് കൊടുക്കാം. ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്നാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ് ഇ റേസ് ടു എക്സിന്റെ കൂടെയുള്ള ഫംഗ്ഷൻ. അപ്പൊ സൈൻ എക്സിനെ കോസ് എക്സ് എന്ന് ആരോ പറഞ്ഞിരുന്നു. കോസ് എക്സിന് എഫ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ വരാൻ എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് സൈൻ എക്സ് ആണ് വരുന്നത്.
മൈനസ് സൈൻ എക്സ് ഇവിടെ ഇല്ല. ഇത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്നായിരുന്നു ഈ ഫംഗ്ഷൻ വന്നിരുന്നതെങ്കിൽ ഫംഗ്ഷന്റെ എഫ് എക്സ് എന്ന് പറയുന്ന കോസ് എക്സ് എന്ന് എടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്നാണ് വരുന്നത്. അപ്പൊ സൈൻ എക്സിന് എഫ് എക്സ് കൊടുത്താലേ അതിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് പറയുന്ന രീതിയിൽ കിട്ടുള്ളൂ. എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന രീതിയിൽ എഴുതാൻ പറ്റും. അപ്പൊ ഇതിന്റെ വാല്യൂ ഫംഗ്ഷൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ആയിരിക്കും. ഏത് ഫംഗ്ഷൻ അവിടെ എടുക്കുന്നു അല്ലെങ്കിൽ ആരുടെ ഡെറിവേറ്റീവ് ആയിട്ട് അവിടെ വരുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പൊ വേറെ ഒന്നാണെങ്കിൽ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് 1/1 plus x square plus tan inverse x എന്ന് വരികയാണ്. സോ ഇ റേസ് ടു എക്സ് കൂടെ ഉണ്ടെങ്കിൽ അന്നേരം നിങ്ങൾ ഒരു ഫംഗ്ഷൻ രണ്ടായിട്ട് അവിടെ ഓൾറെഡി രണ്ടായിട്ടാണ് ഫംഗ്ഷൻ കിടക്കുന്നതെങ്കിൽ ഒരാൾ മറ്റേ ആളുടെ ഡെറിവേറ്റീവ് ആണോ നോക്കുക. ഇവിടെ ആരുടെ ഡെറിവേറ്റീവ് ആണ് ഏത് ഫംഗ്ഷൻ? 1/1 plus x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണോ അതോ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണോ 1/1 plus x സ്ക്വയർ? എന്താണ് ഇവിടുത്തെ എഫ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആയിട്ട് എടുക്കുക. അപ്പൊ എഫ് ഡാഷ് എക്സ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 plus x സ്ക്വയർ ആണ്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഓർഡർ ഒന്ന് മാറ്റി എഴുതാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 plus x സ്ക്വയർ. സോ എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ എഴുതാം കേട്ടോ. ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ്. എഫ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. പ്ലസ് സി എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പൊ എപ്പോഴും ഇത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെ ഒന്നോ രണ്ടോ പ്രോബ്ലത്തിൽ ഒരു ഫംഗ്ഷനും അതിന്റെ കൃത്യം ഡെറിവേറ്റീവും വന്നെന്നിരിക്കും. എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ ഇ റേസ് ടു എക്സ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇത് ചെക്ക് ചെയ്യാം. ഇതാണ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ വരുമായിരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. അതാണ് ഏറ്റവും ചെയ്യാൻ എളുപ്പമുള്ള ഒരു മെത്തേഡ്. അപ്പൊ അടുത്തത് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇത് എപ്പോഴും ആദ്യം ഇ റേസ് ടു എക്സ് എഴുതുന്നില്ല, രണ്ടാമത് എഴുതി കാണിക്കാം. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാമല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് 1 x plus 1 the whole square e raised to x dA. ഓക്കെ. അപ്പൊ ഇ റേസ് ടു എക്സിന്റെ കൂടെയുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1/x പ്ലസ് 1 the whole square ആണ്. ഒറ്റ ടേമേ ഉള്ളൂ. അതിനെ നമ്മൾ ഒരു എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന രണ്ട് രീതിയിലാക്കി അല്ലെ രണ്ട് ഫംഗ്ഷൻസിന്റെ സം ആക്കി മാറ്റാൻ പറ്റണം. സോ എക്സ് സ്ക്വയർ പ്ലസ് 1/x പ്ലസ് 1 the whole square. ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റും? ഈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എപ്പോഴും ഡിനോമിനേറ്റർ താഴെ കിടക്കുന്ന ഡിഗ്രി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതോറും കൂടിയാണ് വരുന്നത്. ഇപ്പൊ എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇതിന്റെ ഡിഗ്രി കുറഞ്ഞാണ് വരുന്നത്. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് വരും. അതേസമയം എക്സ് റേസ് ടു മൈനസ് എൻ, അതാണ് ഈ 1/x റേസ് ടു എൻ. ഡിനോമിനേറ്ററിലെ ഡിഗ്രി വരുമ്പോൾ എക്സ് റേസ് ടു മൈനസ് എന്നിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ വരും? മൈനസ് എൻ എക്സ് റേസ് ടു മൈനസ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എൻ പ്ലസ് 1 ആണ് വരുന്നത്. ഡിഗ്രി കൂടിയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ ഡിഗ്രി 2 ആണുള്ളത്. അപ്പൊ നമുക്ക് ഒരു കോമൺ സെൻസ് നമ്മുടെ വർക്ക് ചെയ്യണം. ഫംഗ്ഷന്റെ അതായത് ഡെറിവേറ്റീവിന്റെ ഡിഗ്രി 2 ആണ്. അപ്പൊ ഫംഗ്ഷന്റെ ഡിഗ്രി 1 ആയിരിക്കും. ഇത് 1 ആവണമെന്നുണ്ടെങ്കിൽ ഇത് എ പ്ലസ് ബി എന്ന് എഴുതുമ്പോ ഏതോ ഈ എഫ് ഡാഷ് എക്സിന്റെ ഡെറിവേറ്റീവ് എക്സ് പ്ലസ് 1 സ്ക്വയർ ആണ്. പക്ഷെ ഇപ്പുറത്തെ എക്സ് പ്ലസ് 1 വരാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു എക്സ് പ്ലസ് 1 വെട്ടിപ്പോണം. അതെങ്ങനെ എടുക്കും? അത്രയൊക്കെ നിങ്ങൾ ചിന്തിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ
എക്സ് സ്ക്വയർ പ്ലസ് 1 ഇവിടെ ഇപ്പൊ തൽക്കാലം ഞാനൊരു 1ഉം ഒരു -1ഉം കൂടെ ഒരു +1 ഒരു -1 എടുക്കാണ്. വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ. ഇനി ഞാൻ ഈ 2 ടേംസ് ഒരുമിച്ച് എടുക്കാണ്. എക്സ് സ്ക്വയർ -1. അതെന്തിനാന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഫാക്ടേഴ്സ് ഉണ്ട്. x+1 x-1. അപ്പൊ എനിക്കൊരു x+1 ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. സോ ഈ മൊത്തം ടേമിനെ എക്സ് സ്ക്വയർ -1 + 2 എന്ന് എഴുതി. സ്റ്റിൽ യു ആർ ഗെറ്റിംഗ് എക്സ് സ്ക്വയർ + 1 ബൈ x+1 ദ ഹോൾ സ്ക്വയർ. ഇനി രണ്ടാക്കി മാറ്റുക. എക്സ് സ്ക്വയർ -1 ബൈ x+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ബൈ x+1 സ്ക്വയർ. ഇത് x+1 ഇൻറ്റു x-1 ആണ്. x+1 സ്ക്വയർ പ്ലസ് 2 ബൈ x+1 സ്ക്വയർ. ഒരു x+1 ക്യാൻസൽ ചെയ്തു. Then you are getting x-1 by x+1 plus 2 by x+1 square. Okay. അപ്പൊ രണ്ട് ഫങ്ഷൻസ് ആയി. fx plus f dash x. ഇതിൽ ആരാണ് f dash x? ഒബ്വിയസ്ലി ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി കൂടിയതിലുള്ള ആളായിരിക്കും f dash x. അപ്പൊ നമുക്ക് വെറുതെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. d by dx of x-1 by x+1 എടുത്ത് നോക്കാം. So x+1 into ഇത് quotient rule ആണ്. x+1 into ഇതിന്റെ ഡെറിവേറ്റീവ് 1 minus x-1 into 1 divided by x+1 square. X cancels. 1 minus of -1 plus 1 2 by x+1 square. അപ്പൊ ഇത് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ഈ ഫംഗ്ഷൻ. So you have fx plus f dash x form. അപ്പോ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ x+1 the whole square e raised to x dx എന്ന് പറയുന്നത് e raised to x x-1 by x+1 plus c ആയിരിക്കും. ഒരു 4-5 പ്രോബ്ലങ്ങൾ ഞാൻ നോട്ടിൽ തരുന്നുണ്ട്. അതെങ്കിലും ചെയ്ത് ഒന്ന് പഠിക്കുക. കാരണം ഇതിന് ഒരു പർട്ടിക്കുലർ ഫോം ചില ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് മാത്രമേ വരുള്ളൂ. അപ്പൊ അത് തന്നെ നിങ്ങളൊന്ന് ഫെമിലിയർ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോ ഇന്റഗ്രൽ എക്സ് ഇ റേസ് ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇതും സിമിലർ ആണ്. ഇവിടെ എക്സ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ഏറ്റവും എളുപ്പം x+1 -1 എന്ന് എടുക്കുക. So x+1 by 1 plus x the whole square minus 1 by 1 plus x the whole square. ഇത് ഒന്ന് cancels. 1 by 1 plus x minus 1 by 1 plus x square. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനും മനപ്പാടാണ്ടാണ്. 1 by 1 plus x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 plus x raised to -1 ന്റെ ഡെറിവേറ്റീവ് ആണ് d by dx of that is -1 into 1 plus x raised to -2 minus 1 by 1 plus x the whole square. അതാണിത്. So integral x e raised to x by 1 plus x the whole square എന്ന് dx എന്ന് പറയുന്നത് e raised to x into 1 by 1 plus x. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോ
another one integral e raised to x 1 plus sin x by 1 plus cos x. ഇതൊക്കെ പർട്ടിക്കുലർ കേസസ് ആണ്. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ എളുപ്പം ഉണ്ടാവും. 1 plus sin x by 1 plus cos x എന്ന് ഇട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ സബ് മൾട്ടിപ്പിൾ ആംഗിൾസിലേക്ക് പോവുകയാണ്. നമ്മൾ cos 2a എന്ന് പറയുന്നതിന് 2 cos square a minus 1 എന്നൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. സോ 1 plus cos 2a എന്ന് പറയുന്നത് 2 cos square a ആണ്. 1 plus cos 2a is 2 cos square a. ഇവിടെ 1 plus cos x ആണ്. 2aക്ക് പകരം x ആണ്. അപ്പൊ ഇവിടെ 2 cos square x by 2 എന്ന് വന്നു. സോ ഇതിനെ വീണ്ടും രണ്ടായിട്ട് എഴുതാണ്. 1 by 2 cos square x by 2 പ്ലസ് sin x by ആണ്. sin x നെ ഞാൻ x by 2ലേക്ക് മാറ്റുകയാണ്. 2 sin x by 2 cos x by 2 by 2 cos square x by 2 cancels. ഒരു cos cancels. അപ്പൊ ഇത് 1 by 2 1 by cos square എന്ന് പറയുന്നത് 6 square x by 2 പ്ലസ് ഇത് tan x by 2 ആണ്. സോ ഇവിടെ tan x by 2 t കൊടുത്തു കഴിഞ്ഞാൽ 6 square x by 2 into 1 by 2 എന്ന് പറയുന്നതാണ് dt by dx. ആ വാല്യൂ ആണ് ഇവിടെ വരുന്നത് f dash x. അപ്പൊ ഇന്റഗ്രലിന്റെ വാല്യൂ ആയി ഇന്റഗ്രൽ e raised to x 1 plus sin x by 1 plus cos x എന്ന് പറയുന്ന വാല്യൂ e raised to x ആരാണ് tan x by 2 പ്ലസ് എന്നെ ചവിട്ടിക്കൂട്ടി കൊല്ലാൻ തോന്നുന്നുണ്ടോ? ചവിട്ടിക്കൂട്ടി കൊല്ലണ്ട, ശരിയാക്കാൻ തോന്നുന്നുണ്ടോ ഈ പ്രോബ്ലം ഒക്കെ കണ്ടിട്ട്? ഹലോ, എല്ലാതും തിരിയുന്നുണ്ടോ പിള്ളേരെ? അതോ ഉറക്കത്തിലാണോ? ഇത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലങ്ങളെല്ലാം പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പ്രോബ്ലങ്ങളാണ്. അതുകൊണ്ട് ഈ 3-4 മാത്രമേ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ e raised to x ന്റെ കൂടെ വരുന്നത് x minus 3 by x minus 1 the whole cube ആണ്. അപ്പൊ x minus 3 by x minus 1 the whole cube. ഞാൻ ഇതിനെ x minus 1 minus 2 എന്നൊന്ന് എഴുതാണ്. ചിലതൊക്കെ നമ്മളൊരു ഇൻറ്റ്യൂഷന്റെ പുറത്തങ്ങ് എഴുതി പോകുമ്പോ കിട്ടും. അപ്പൊ ഈ ഇത് ഇനി 2 ടേം ആക്കുക. അപ്പൊ 1 by x minus 1 square minus 2 by x minus 1 cube എന്നായി. ഇവിടെ ഡിഗ്രി കുറവുള്ളതായിരിക്കും എഫ് എക്സ് എപ്പോഴും വരുന്നത്. ഇത് ഒരു ധൈര്യത്തിനാണെങ്കിൽ ഇത് നേരെ ഇതാണ് എഫ് എക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതിപ്പോ. ഞാൻ പിന്നെ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളെ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡി ബൈ ഡി എക്സ് ഓഫ് 1 by x minus 1 the whole square എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് x minus 1 raised to minus 2 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് -2 x minus 1 raised to minus 3 ആണ്. That is what you have the other function -2 x minus 1 minus 2 by x minus 1 cube. അപ്പൊ ഇത് എഫ് എക്സും ഇത് എഫ് ഡാഷ് എക്സും ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് e raised to x into 1 by x minus 1 the whole square എന്നായിരിക്കും പ്ലസ് c.
So next is പിന്നെ ഇതിന്ന് ചോദിക്കാവുന്ന ഒരു പ്രോബ്ലം. ഇത് ഇതിന്ന് ചോദിക്കുന്നതല്ല കേട്ടോ. അത് ആക്ച്വലി ഒരു ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഒരു പാർട്ടാണെന്ന് വിചാരിച്ചോളൂ. ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square. സൈൻ ഇൻവേഴ്സ് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ മാത്രം വരുമ്പോൾ 1 നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുമെന്ന് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ ഒന്ന് മാറ്റിയാലേ നമുക്ക് കൃത്യമായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square എന്ന് പറയുന്നത് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ പഠിച്ചതായിരുന്നു. 2x by 1 plus x square, സൈൻ ഇൻവേഴ്സ് ഈ ഫോം, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് ഒക്കെ പഠിച്ചതാണ്. ഈ എക്സിന് ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ ഈ 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റയുടെ ഫോമാണ്. So this is equal to sin inverse sin 2 theta is 2 theta. അപ്പൊ എക്സ് ടാൻ തീറ്റ കൊടുത്തു കഴിയുമ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ തീറ്റയാണ്. അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ചു വന്നു. ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square 2 തീറ്റയാണ് ഇൻറ്റു ഡി എക്സിന് പകരം സീക്ക് സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് കൊടുത്തു. സോ 2 into integral theta sec square theta d theta. ഇനി ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. 2 into ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് തീറ്റ ഇൻ 1 ആണ് ഇൻറ്റു ടാൻ തീറ്റ ഡി തീറ്റ. So 2 into theta tan theta minus integral tan theta. Integral tan theta നമ്മൾ സ്പെഷ്യൽ കേസ് ആയിട്ട് പഠിച്ചതാണ്, ലോഗ് മോഡ് സി. തിരിച്ച് what is theta? x equal to tan theta ആണ്. So theta equal to tan inverse x ആണ്. അപ്പൊ 2 into ഈ ടാൻ തീറ്റ ഞാൻ ആദ്യം കൊടുക്കുകയാണ്. ടാൻ തീറ്റ എക്സ് ആണ്. ഈ തീറ്റ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്, മൈനസ് ലോഗ് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ആണ്. അപ്പൊ സീക്ക് തീറ്റ എന്തായിരിക്കും? അല്ലെങ്കിൽ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആണ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ സീക്ക് തീറ്റ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങൾ ദയവേത് ചെയ്ത് പഠിക്കുക. ഇനി ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിൽ ഒരു ചെറിയ പാർട്ടും കൂടെ ഉണ്ട്, സ്പെഷ്യൽ ഫങ്ഷൻസ്. ഈ സ്പെഷ്യൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ടൈപ്പ് 4 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറും 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും ഒക്കെ ഇതിൻ്റെ എല്ലാം ഇന്റഗ്രൽസ് പഠിച്ചായിരുന്നു. പഠിച്ചോന്ന് എനിക്കറിയത്തില്ല, പറഞ്ഞായിരുന്നു. ഞാൻ പഠിച്ചു, നിങ്ങൾ പഠിച്ചോന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ മാത്രമേ വരുള്ളൂ എന്ന് ഒരു അല്ലല്ലോ, ഇങ്ങനെ മാത്രം അല്ലല്ലോ ഫങ്ഷൻസ് വരാൻ പോകുന്നത്. 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നതിന് പകരം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നൊരു ഇന്റഗ്രൽ കാണാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതിനകത്ത്
ഈ ഒരു ഫോം, ഈ രണ്ടാമത്തെ ഫോം നമുക്ക് ഏരിയ കാണാൻ പോകുമ്പോൾ ആവശ്യമുള്ളതാണ് വേർഡ് പ്രോബ്ലം വരുമ്പോഴത്തേനും. ബാക്കി രണ്ടെണ്ണം നിങ്ങള് പഠിച്ചു വെക്കുക. പിന്നെ ലോഗരിതം ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് നോക്കി നമുക്ക് എഴുതാം. അപ്പൊ ഇത് ആക്ച്വലി ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് കാണാൻ പോകുന്നത്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് കാണണമെങ്കിൽ ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു 1 ഡി എക്സ് എന്ന് നമ്മൾ എടുത്തിട്ട് ഇത് ഫസ്റ്റ് ഫംഗ്ഷനും ഇത് സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ പ്രൂഫ് ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. യു ജസ്റ്റ് എന്താണ് ലേൺ ദ ഫോർമുലാസ്. 3 ഫോർമുലകളുണ്ട്. അത് കുറച്ച് സിമിലർ ആണ്. അപ്പൊ നമുക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതുപോലെ രണ്ടാമത്തത് ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇതെല്ലാം ഈ ഒരു ഫോമാറ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. എഴുതി കഴിയുമ്പോൾ അറിയാം ഇത് രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അടുത്ത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇതും എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആണെന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. നമ്മള് ടൈപ്പ് 4ലും അത് പഠിച്ചതാണ്. ഇതിന്റെ എല്ലാം ഫോമാറ്റ് സെയിം ആണ്. എക്സ് ബൈ 2 ഇതിനകത്ത് എന്ത് സ്ക്വയർ റൂട്ട് എന്ത് വരുന്നോ അത് തന്നെയാണ് ഇവിടെ വരിക. എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് ആ റൂട്ടിനകത്ത് എന്ത് വരുന്നോ അത് തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വരുമ്പോഴത്തേനും ഈ ഇടയ്ക്കത്തെ സൈൻ മൈനസ് ആകും. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൽ ഇത് പ്ലസ് ആകും. അത്രേ. ഇത് വെറുതെ രണ്ടു പ്രാവശ്യം ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് ഇതിനകത്ത് ഈ മൂന്നാമത്തെയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരിക. ഇപ്പൊ ഒരു ഈ ഫോർമുല അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇന്റഗ്രൽ റൂട്ട് ഓഫ് 3 മൈനസ് 2x മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ആദ്യം നമുക്കറിയാം മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x. എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. അതിന്റെ പകുതി 1 പ്ലസ് 1 മൈനസ് 1 മൈനസ് 3. So minus 1 into x plus 1 the whole square minus 4. ഈ മൈനസ് 1 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു ആർ ഗെറ്റിംഗ് 4 മൈനസ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനെ യു ക്യാൻ റൈറ്റ് ആസ് 4 മൈനസ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോമായി. ഇതാണ് ഫോർമുല. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ എന്താണ് ആൻസർ? എക്സ് ബൈ 2. എക്സ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ എക്സ് പ്ലസ് 1 ആണ്. സോ എക്സ് പ്ലസ് 1 ബൈ 2 റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2. എ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആണ്. ബൈ 2 പ്ലസ് സി. ഇങ്ങനെ എഴുതുക. ഇതാണ് അതിന്റെ ഒരു ഫോം വരിക. നോട്ടിൽ ഞാൻ 1-2 പ്രോബ്ലം കൂടി ചെയ്തിട്ടുണ്ട്. നോട്ട് കംപ്ലീറ്റ് ചെയ്യുക.
സംശയങ്ങൾ ആരും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ് സംശയങ്ങൾ ഇല്ല എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളെല്ലാം പഠിച്ചിരിക്കുവാണെന്നൊന്നും എനിക്ക് വിചാരമൊന്നുമില്ല. എന്നാലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ദയവേത്. ഓക്കെ. താങ്ക് യു.